ഈ കല്യാണം എന്ന് പറയണതേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അനുഭവിക്കണം. ഈ ഗായുവിൻ്റെ കല്യാണത്തിന് നമ്മൾ എന്താ ഗിഫ്റ്റ് കൊടുക്കുക? ഈ വാച്ച്, നെക്ലേസ്, ക്യാഷ് ഇതൊക്കെ ആർക്കും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയതാണ്. അവൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറബിൾ ഗിഫ്റ്റ് വേണം. ഈ കലാരൂപങ്ങൾ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ പോയി തിരുവാതിരകളി കളിച്ചാലോ? അത് വേണ്ട, നമ്മൾ വിഡ്ഢികളാണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കായികപരമായിട്ട് എന്തെങ്കിലും അതിന് പറ്റിയൊരു സന്ദർഭമല്ലല്ലോ കല്യാണം. സന്ദർഭമല്ല. സാഹിത്യം ഓർമ്മകൾ കുഴച്ചുവിട്ടിരി 4 വരി കവിത വിളമ്പിയാലോ? വായിക്കുമ്പോൾ അവൾക്ക് കണ്ണ് നിറയണം. നമ്മൾ ഈ കവിത കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇനി കല്യാണത്തിന് കവിത എഴുതി കൊടുക്കാൻ തോന്നണം. അതൊരു ട്രെൻഡാവണം. കല്യാണ വീടുകളെ ചർച്ചയാവണം. ആദ്യ വരി വിങ്ങലുളവാക്കണം. നമ്മളെ 3 പേരുടെയും ഫോട്ടോ ഫ്രെയിം ഇല്ലേ റൂമിൽ, അതിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ മുറിയിൽ നിൻ തല, അവളുടെ തല ആദ്യം വരണം. തല ആദ്യം വരണം. അപ്പം നിൻ തല എൻ മുറിയിൽ തൂങ്ങിയാടുമ്പോൾ അവളില്ലെങ്കിൽ നമ്മളില്ല. അവളില്ലെങ്കിൽ നമ്മളില്ല. അത് മരണം പോലെ. അയ്യോ, എൻ മരണം നിൻ മരണം എൻ മരണം മരണമൊഴി തോഴി. നമ്മൾ മൂപ്പരെ മെൻഷൻ ചെയ്യണം. അയ്യോ, അളിയനല്ലേ. നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. നിൻ എൻ അപ്പൊ നിൻ ഹസ്ബൻഡ്, നിൻ പതി എൻ അളിയൻ, അളിയാത്ത ബന്ധം. ഓ, അവളുടെ കല്യാണം ആണ് തുടക്കം. പിന്നെ നീ തുരുതുരാ കല്യാണം, തുരുതുരാ മേളം, കല്യാണമേളം. നീ ഒന്ന് പാടിയോക. നിൻ തല എൻ മുറിയിൽ തൂങ്ങിയാടുമ്പോൾ, നിൻ മരണമെൻ മരണമൊഴി തോഴി, നിൻ പതി എൻ അളിയൻ, അളിയാത്ത ബന്ധം, തുരുതുരാ മേളം, തുരുതുരാ കല്യാണമേളം. അടിപൊളി. നമ്മളിത്